പ്രിയദർശിനി കലാ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഒരു സമ്പൽ സമൃദ്ധമായ ഓണം ആഘോഷിക്കുവാൻ വേണ്ട കർമ്മ പരിപാടികളുമായി ഫ്ലവേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഓണം ദേശീയോത്സവമാണ്. ലോകത്തെവിടെ മലയാളികളുണ്ടോ ആ മലയാളികളെയെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമ്മളൊക്കെ ഉത്രാട നാളിലും ഓണനാളിലും ഒക്കെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, കാരണം നമുക്ക് ഓണമാണ് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു നമ്മുടെ ഒരു സൗഹൃദ കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ നമ്മളൊക്കെ പങ്കെടുക്കുകയാണ്. ആ കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഇവിടെ ഫ്ലവേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രിയദർശിനി കലാമന്ദിരത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. പുല്ലൂരുള്ള പ്രിയദർശിനി കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ധീര സൈനികർക്ക് ഒരു മനോഹരമായ ഒരു ആദരവ് ചടങ്ങാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മുടെ നാടിൻ്റെ അഭിമാനം എല്ലാവരും ഒന്ന് ഉഷാറായിട്ടൊന്ന് കൈയടിച്ച്, കാരണം ഒരു സൈനികന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്ന് തന്നെ സ്വന്തം നാടിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള സ്നേഹ സമ്മാനങ്ങളും സ്നേഹാദരവുമാണ്. ഫ്ലവേഴ്സ് ഓണരഥം ബാങ്കിംഗ് പാർട്ട്ണർ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, co-powered by MyG Future, Andex, Vismaya Amusement Park and Kerala Pollution Control Board in association with KBIP, K-Spice and Sunrich Refined Sunflower Oil. സംസ്കാര സമ്പന്നമാണ് നമ്മുടെ കാസർഗോഡ്. സപ്തഭാഷ സംഗമ ഭൂമിയാണ് നമ്മുടെ കാസർഗോഡ്. കലയുടെയും സംസ്കാരത്തിൻ്റെയും തോറ്റൻപാട്ടിൻ്റെ ഈരടികൾ പ്രതിധ്വനിച്ചും പള്ളിമണിയും ശംഖുനാദവും നാദഭ്രമവും കൊണ്ട് സമന്വയിക്കുന്ന കാസർഗോഡിൻ്റെ വശ്യസുന്ദരമായ മനോഹരമായ വരദായിനിയാണ് പുല്ലൂർ. കാസർഗോഡ് ജില്ലയിലെ പുല്ലൂരാണ് ഓണരഥം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പണിക്കരെ, എന്തിനാണ് ഓണത്തിന് മുമ്പ് കർക്കിടകത്തിൽ ഈ തെയ്യം കെട്ടിയാടുന്നത്? അത് എന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ ഈ മഹാമാരി നാട്ടിനകത്ത് വരുന്ന പല പല പ്രയാസങ്ങളും ദുരിതങ്ങളെല്ലാം വരുന്ന കാലഘട്ടത്തിൽ പഴയ ഒരു അനുഷ്ഠാനമാണ്. അപ്പോൾ നാട്ടിലെല്ലാം പോയി അവർക്ക് വേണ്ടുന്ന അനുഗ്രഹത്തെ കൊടുക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് അങ്ങനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ വർഷം നമ്മുടെ ഓണം വരുന്നത് കർക്കിടക മാസത്തിലാണ്. ഓണത്തിന് മുന്നൊരുക്കങ്ങളായി കർക്കിടക മാസത്തിൽ തന്നെ ഈ നാടും നാട്ടുകാരും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ മലയാളികൾ പറയാറുണ്ട് നമ്മുടെ കർക്കിടക മാസം പഞ്ഞമാസമാണ്. ആ പഞ്ഞമാസം മാറി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മാസമായ ചിങ്ങമാസത്തെ വരവേൽക്കാൻ വേണ്ടി ആധിയും വ്യാധിയും ഒഴിപ്പിച്ച് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യാൻ ആടിവേടൻ ഓരോ വീടുകളും സന്ദർശിച്ച് അനുഗ്രഹം അരിച്ചു. പ്രാർത്ഥന ചെയ്യുന്ന തപസിന്റെ ബലങ്ങൾ കാണാൻ കൂട്ടം പെരും ഭൂതപ്പടകളും വേടരായി ആടിത്തെളിച്ചു കാടൊഴികാതെ വരിക നമ്മൾ കൂടി പുറപ്പെട്ടു കാടെല്ലാം തെളിക്കുന്നേരം കാട്ടിപ്പുലി സിംഹം കാട്ടാന കരടി ചെന്നായി പൂരൻ മെരുകീരി നരിനാന മൃഗങ്ങൾ മറ്റും പോയാൽ ആ വീട്ടിൽ ദീപം വെക്കും. ദീപം കത്തിച്ച് ഈ തെയ്യത്തിൻ്റെ കഥ തോറ്റ പാട്ടായി ചൊല്ലിയതിന് ശേഷം പിന്നെ അവർ ഈ ഗുരുസി, ഈ മർദ്ദ എന്ന് പറഞ്ഞ ഈ പിന്നെ പാർവതിക്ക് ഗുരുസിയാണ് അതിൻ്റെ പ്രധാനം. അപ്പോൾ മഞ്ഞളും ഭസ്മം ആ ഒരു പ്രകൃതിയുടെ തത്വമാണ്. അപ്പോൾ മഞ്ഞൾ ഒരു പ്രകൃതി, പിന്നെ അതിൽ ചുണ്ണാമ്പിടും. അപ്പോൾ അത് ഗുരുസിയായി പുറത്തേക്ക് ദുരിതങ്ങൾ നീക്കുന്ന അവിടുത്തെ ആദിക്കും വ്യാധിക്കും അറുതി വരുത്തുന്നത്. യെസ്, അങ്ങനെ നമ്മുടെ ആവേശത്തിന്റെ ആരവങ്ങൾ ഇങ്ങനെ അലയടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മാവേലി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹസമ്പന്നനായ നമ്മുടെ കേരളക്കര മലയാളക്കര ഭരിച്ച നമ്മുടെ മാവേലി. അപ്പോൾ മാവേലി നേരത്തെ പറഞ്ഞു പഴയകാല ഓണമാണ് അടിപൊളിയെന്ന്, അല്ലേ? പഴയകാല ഓണം തന്നെ. അപ്പോൾ ഇവിടെ ഒരുപാട് പഴമയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്താണ് ഇവരോട് പറയാനുള്ളത്? നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ പഴയ തലമുറ കൊടുക്കുന്നത്? ഇപ്പം നമ്മൾ ഓണസദ്യയൊക്കെ കഴിക്കാറുണ്ട്.
അപ്പം ഇലയിലിട്ടാണ് കഴിക്കുന്നത്. ആ അല്ലേ? ചിക്കൻ കഴിക്കില്ലേ ഓണസദ്യയിൽ? കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. കഴിക്കാത്തവരുണ്ട്. പക്ഷെ അത് ചില ആൾക്കാർ ഇപ്പം പണ്ട് കാലത്തൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പം കഴിക്കുന്നവരുണ്ട്. അത് കഴിക്കുന്നവർ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത് മുന്നിലൊരു സുന്ദരിയായ ഒരു അമ്മയുണ്ട് അല്ലേ? അമ്മയോട് ചോദിച്ചേക്കാം, ചിക്കൻ കഴിക്കാറുണ്ട്? ഓണത്തിന് ചിക്കൻ കഴിക്കാം. വാ, നമ്മുടെ മാവേലിയുടെ അടുത്ത് വാ. പേരെന്താണ്? രത്നകുമാരി. അപ്പോൾ അമ്മയുടെ ഓണത്തിൻ്റെ ഓർമ്മകൾ അല്ലേ, പഴയകാല ഓണം എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്തിലെ ഓണത്തിൻ്റെ ഒരു ഓർമ്മകളൊന്ന് പങ്കുവെക്കാം. നല്ല ഓണമായിരുന്നു. പൂ പൊരിക്കാൻ പോലെ കൂട്ടെടുത്തിട്ട് വരുമ്പോഴത്തേനും ഉത്രാട് ഓണത്തിന് നല്ല സദ്യ ഉണ്ടാക്കും. ഇറച്ചി മീനും കഴിക്കൂല. എല്ലാവരും ഇരുന്ന് ഇലയിൽ പപ്പടം, പായസം, 2 വയസ്സും 3 വയസ്സും ഉണ്ടാവും ആ സമയത്ത്. അന്നേരം പഴയ എൻ്റെ അമ്മമാരെ പോലത്തെ അവർ തിരുവാതിര കളിക്കും. സാധാരണ ഓണക്കളികൾ എന്തൊക്കെയോ ഉണ്ടാവാറില്ലേ? ഉണ്ടാവും. തിരുവാതിര ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അമ്മ ഏതിനാണ് കൂടുതൽ പങ്കെടുക്കാറ്? ഞാൻ പങ്കെടുക്കൽ തിരുവാതിര, അത് സ്കൂളിൽ കളിക്കും. അപ്പോൾ അമ്മ രത്നകുമാരി അമ്മ ഈ വേദിയിൽ വന്നപ്പോൾ നമുക്കൊരു പാട്ട് പാടിച്ചാലോ? ഓണപ്പാട്ട് അറിയോ? അറിയില്ല? എന്നൊന്ന് ട്രൈ ചെയ്യാലോ. എന്നാൽ ഇഷ്ടമുള്ളൊരു പാട്ട് ഒന്ന് പഠിക്കും 2 പേര്. അതിനു മുമ്പ് എല്ലാവരും ചേർന്ന് നമുക്കൊരു നല്ലൊരു കയ്യടി അങ്ങ് കൊടുത്താൽ ആദ്യമായിട്ട്. യെസ്, ഈ എനർജി പോരെ, പഠിക്കോ. മലയാള ഭാഷതൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിയിൽ കുയിലക്കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷതൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിയിൽ പുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. അപ്പോൾ അമ്മ എല്ലാവരോടും ഒരു ഹാപ്പി ഓണം എന്ന് പറഞ്ഞത്. ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ ഹാൻഡെക്സ് നൽകുന്ന മനോഹരമായൊരു ഓണ കോടിയാണ് അമ്മയ്ക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഒരു വേദിയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്. അറിയുന്നവരൊന്ന് കൈ പൊക്കണം. നമുക്ക് മുന്നിലുണ്ട്, എന്നാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ ഉത്തരം അറിയുന്നവരൊന്ന് കൈ പൊക്കോ. അറിയോ? എന്താണ് ആൻസർ? എന്താ ഉദ്ദേശിക്കുന്നത്? ശബ്ദം. റോങ് ആൻസർ. അതല്ല. വേറെ വായു. ശരിയാണോ? എന്നാൽ അതുമല്ല. വേറെ അവിടെ ഒരു ചേച്ചി കൈവക്കിയിട്ടുണ്ട്. കാറ്റോ? കാറ്റാണല്ലോ വായു. അല്ല. യെസ്, പറയൂ. ഫ്യൂച്ചർ, ഭാവി. റൈറ്റ് ആൻസർ. യെസ്, വരൂ. ഞാൻ വിചാരിച്ചു പുല്ലൂരിൽ നിന്ന് ആരും ആൻസർ പറയില്ല. പക്ഷേ എൻ്റെ ആ ഒരു ചിന്ത തെറ്റി. ഭാവി, അതാണ് അതിൻ്റെ യഥാർത്ഥ ആൻസർ. ഒരു നല്ലൊരു കയ്യടി കൊടുക്കാം നമുക്ക്. എൻ്റെ മോളെ പേരെന്താ? പാട്ട് പാടാൻ അറിയോ? ഓണം എന്ന് തോന്നുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താണ്? കളിയുന്നു. അപ്പോൾ നമ്മുടെ ഓണക്കോടിയെ കുറിച്ച് എന്താണ് സങ്കല്പം? ഓണക്കോടി അങ്ങനെ എനിക്ക് വേണമെന്നൊന്നും ആഗ്രഹമില്ല. വേണ്ട. നമുക്ക് ഓണത്തിന് എവിടെ പോകാനാണ് ആഗ്രഹം? അല്ലെ എന്താണ് ഓണത്തിനെ കുറിച്ചുള്ള ഒരു? എനിക്ക് വീട്ടിൽ എല്ലാവരും കൂടി സ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് തീർത്തേക്ക് ഹാൻഡെക്സിന്റെ മനോഹരമായ ഒരു സമ്മാനം നൽകിയാണ്. ഒരു ഉഷാറായിട്ട് എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ പുല്ലൂരിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാവേലി, നമ്മുടെ ഓണത്തിന് എന്നിരുന്നാലും ഒരുപാട് വെക്കേഷൻ ദിവസങ്ങളുണ്ടല്ലോ, കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ അവധി ദിവസം നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? എവിടെയൊക്കെ പോകാറ്? എങ്ങനെയാണ് യാത്രയും കാര്യങ്ങളൊക്കെ? കൂടുതൽ ആൾക്കാരും പോകുന്നത് വിസ്മയിലേക്കാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ അല്ലേ, മിക്ക ആൾക്കാരും വിസ്മയിലാണ്. പിന്നെ പഴയ കാലഘട്ടത്തിലാണെങ്കിൽ അധികം നമ്മൾ കാസർഗോഡ് ബേക്കൽ കോട്ടയാണ് കാണാൻ പോകുന്നത്. പക്ഷെ ഇപ്പോഴല്ലേ ഇപ്പോൾ ട്രെൻഡ് മാറി. ഇപ്പോൾ കുട്ടികൾക്ക് ഓണം വെക്കേഷൻ വന്നാൽ അവർ കൂടുതലും വിസ്മയാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ വിസ്മയിൽ പോയിട്ടുണ്ടോ? യെസ്, ഒരുപാട് മനോഹരമായ റൈഡുകളുണ്ട്. നമ്മൾ 1-2 കുട്ടികളൊന്ന് വേദിയിലേക്ക് വരാം. കുറച്ച് കുട്ടികൾ, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിന് ശേഷമുള്ള ഒരു 3-4 പേര്. 5ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികൾ സമ്മാനമുണ്ട്. അതെ, ഇവനൊരു നല്ലൊരു കൈയ്യടി എടുത്ത് എല്ലാവരും. ഇവനെ കണ്ട ഷാറൂഖ് ഖാന്റെ. പെൺകുട്ടികൾക്കും വരാം. പേരെന്താ? പെൺകുട്ടികളും വരാം. ഇതിന്റെ ചങ്ക. യെസ്, പെൺകുട്ടികളും വന്നോ? എല്ലാവരും ഓക്കെ. അങ്ങനെ നമ്മുടെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഈ ഓണത്തിന് എവിടെ പോകാനാണ് പ്ലാൻ? വിസ്മയം. ഓക്കെ. എന്താണ് വിസ്മയം? അറിയോ?
അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും വിസ്മയയിൽ പോകാനാണ് ആഗ്രഹം. എന്നിരുന്നാലും നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഈ ഓണരഥത്തോടനുബന്ധിച്ച് ഈ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ച് വിസ്മയയുടെ ഒരു കൂപ്പൺ ഉണ്ട്. 20% ഡിസ്കൗണ്ട് ഉള്ളൊരു ഗിഫ്റ്റ് വൗച്ചറും നിങ്ങൾക്ക് ലഭ്യമാണ്. ഇങ്ങനെ ലഭ്യമാകുമ്പോൾ ചുമ്മാ ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ? നമുക്ക് ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പണിയെടുപ്പിക്കണ്ടേ? ഒരു കാര്യം അങ്കിള് പറയും, അത് 5 പ്രാവശ്യം തെറ്റാതെ പറഞ്ഞാലാണ് സമ്മാനം. ഓക്കെ, വടകര വളവിലൊരു ഒതളമരത്തിൽ 10-25 ഒതളങ്ങ. ട്രൈ ചെയ്യോ? ഒരു ഉഷാറായിട്ട് ഒരു കൈയടി കൊടുത്തേ, എന്നാൽ ഈ കുട്ടികളൊക്കെ ഒന്ന് ഉഷാറായിട്ട്. വടകര വളവിൽ ഒരു ഒതളമരത്തിൽ 10-25 ഒതളങ്ങ. പറയോ എന്ന് പറ. ഇല്ല നമ്മള് വടകര വളവിൽ ഒരു ഒതളമരത്തിൽ 10-25 ഒതളങ്ങ. വടകര വളവിൽ ഒരു ഒതളമരത്തിൽ മരത്തിൽ 10-25 ഒതളങ്ങ. അത് തന്നെ, വടകര വളവിൽ ഒരു ഒതളമരത്തിൽ 10-25 എങ്ങനെയൊക്കെ കഴിച്ചിലാക്കി തോന്നുന്നു. നമ്മളവിടെ പോയി നമ്മള് റെഡിയല്ലേ? 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഗുഡ്. ഒന്നുകൂടാ സ്പീഡിൽ 5 പ്രാവശ്യം പറ. 10 തത്ത ചത്തു, 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. റെഡിയാണോ? രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത മോൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. കിട്ടുന്നില്ലേ? ഞാൻ പറഞ്ഞുതരാം. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. യെസ്, അത് ഒന്നുകൂടി പറ. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. യെസ്, നല്ലൊരു കേട് കൊടുത്തേ. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന 20% ഓണ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വൗച്ചർ നൽകുകയാണ്. ഹാപ്പി അല്ലേ ഇതില്? അപ്പോൾ നിങ്ങൾ എന്തായാലും ഓണത്തിന്റെ വെക്കേഷനിൽ വിസ്മയിൽ പോകുമല്ലോ. ഇതിനു മുമ്പ് വിസ്മയിൽ പോയ ആരെങ്കിലും ഉണ്ട് ഇതിൽ? നിങ്ങൾ വാ, എങ്ങനെ ഉണ്ടായിരുന്നു വിസ്മയുടെ പോയിട്ട്? എങ്ങനെയുണ്ട്? ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ഏതായിരുന്നു? മീത്തിലോട്ട് പോയിട്ട് താഴത്തിലോട്ട് വരുന്നത് അല്ലേ? എന്താ കൈക്കെന്താന്ന് പറ്റിയത്? മീത്തിലോട്ട് പോയിട്ട് സ്കൂട്ടറിനാ? സ്കൂളിന്നാ? അപ്പോൾ ഈ കൈയൊക്കെ ശരിയായിട്ട് എന്തായാലും ഓണം കഴിഞ്ഞോടെ ശരിയാവുമല്ലോ അല്ലേ? എന്നിട്ട് വിസ്മയിലൊക്കെ പോയിട്ട് അടിച്ച് പൊളിക്കട്ടോ. ഓക്കെ, വേറെ ആരാ വിസ്മയ പോയത്? എങ്ങനെയുണ്ടായിരുന്നു വിസ്മയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ഏതായിരുന്നു? റോളർ കോസ്റ്റർ. അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇനി പോയാൽ ഏറ്റവും ആദ്യം കയറാൻ ആഗ്രഹിക്കുന്ന ഏതാണ്? അതാണോ ഇഷ്ടം? ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഉള്ളവർക്കൊക്കെ വിസ്മയിൽ പോകാൻ താല്പര്യമുള്ള പോവാം. പുതിയ റൈഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. അങ്ങനെ മാവേലി, അപ്പോൾ നമ്മൾ ഒരുപാട് കുസൃതി ചോദ്യങ്ങളും പാട്ടുകളൊക്കെ കേട്ടല്ലോ അല്ലേ? പാതാളത്തിൽ ഇതുപോലെ ഐറ്റംസ് ഒക്കെ ഇല്ല? പാതാളത്തിൽ ഇതുപോലത്തെ ഐറ്റംസ് ഇല്ല, പക്ഷേ പാതാളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? കാരണം ഇപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, ഈ ഇപ്പോൾ കമ്പോസ്റ്റ് ഒരു വലിയ കോൺക്രീറ്റിൻ്റെ ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ അതിനകത്ത് ഇടുന്നില്ല. ഈ വേസ്റ്റൊക്കെ കണ്ട തെങ്ങിനൊക്കെ കൊണ്ടിട്ടിട്ട് ഇതിൻ്റെ മണടിച്ചിട്ട് അവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല. അതേ അവസ്ഥയുണ്ടല്ലേ? ആ ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ആ കമ്പോസ്റ്റിനകത്ത് തന്നെ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുന്നവരോട്. തീർച്ചയായും. അപ്പം നമ്മുടെ മാലിന്യങ്ങൾ നമ്മൾ പൊതുവെ വലിച്ചെറിയാതെ അതൊരു കമ്പോസ്റ്റിൽ മാത്രം നിക്ഷേപിക്കുക എന്നാണ് മാവേലി ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കാം, എന്നാലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം മാവേലിക്ക് ഈ മലയാള നാട്ടിൽ വന്നാൽ കാണാനുള്ള ഏറ്റവും ഇഷ്ടമുള്ള കളി ഏതാണ്? തിരുവാതിരക്കളി. എന്തായാലും ഓരോ തിരുവാതിര കളിയിലും നമ്മുടെ പാരമ്പര്യത്തിന്റെ ആവേശമുണ്ട്. അപ്പം നമുക്ക് തിരുവാതിരക്കളി കണ്ടാലോ? റെഡിയാണോ? നമ്മുടെ കൊല്ലൂരിന്റെ തന്നെ താരങ്ങൾ വേദിയിലേക്ക് വരികയാണ്. ഒരു നല്ലൊരു കൈയോടുകൂടി നമ്മുടെ കലാകാരികളെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം.
അങ്ങനെ തിരുവാതിര കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച മാർഗഴി കാഞ്ഞങ്ങാട് ടീമിലെ മെമ്പേഴ്സാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. എന്നിരുന്നാലും നമ്മുടെ ഇതാണോ ടീം ലീഡർ ആണോ? ആരാണ് പഠിപ്പിച്ചത്? ആരാണ് കൊറിയോഗ്രാഫറെ? കൊറിയോഗ്രാഫർ എന്ന് പറയാനില്ല, നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നതാണ്. പിന്നെയും സ്റ്റെപ്പ് ഇടാൻ ഇഷ്ടമാണ്. പാട്ട് കേട്ടാൽ അറിയാതെ ഒരു സ്റ്റെപ്പ് ഇടും. അപ്പം ഓരോ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഓരോരാളും അതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മാറി മാറി ചെയ്യും. എത്ര നാളായി പ്രാക്ടീസ് തുടങ്ങിയിട്ട്? എത്ര വേദികൾ നിങ്ങൾ പങ്കിട്ടു? ഞങ്ങൾ ആക്ച്വലി ഈ തിരുവാതിര ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് പഠിച്ചതാണ്. ആക്ച്വലി നമ്മൾ വേറൊരു തിരുവാതിര കളിക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായത്. അപ്പോൾ ഓണം അല്ലേ, അപ്പോൾ ഒരു ഓണത്തിന്റെ പാട്ടിനോട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു വെറൈറ്റി പിടിച്ചതാണ്. അപ്പം ഓണപ്പാട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് വന്നത്. പ്രൊഫഷണൽ ടീമാണോ? മാർഗഴി കാഞ്ഞങ്ങാട് ഇപ്പം കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ഇതാണ്. നമ്മൾ ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ഡാൻസിനോട് പാഷനുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതാണ്. അപ്പം വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം കിട്ടുമ്പം എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി കുറേ ചിരിച്ച് കളിച്ച് വർത്താനം, അതിൻ്റെ ഇടയിൽ 2 സ്റ്റെപ്പ് ഇടും. പിന്നെ അങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോയത്. പക്ഷെ നമ്മൾ അത്യാവശ്യം മോശമില്ലാണ്ട് ഒരുപാട് വേദികളിൽ ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം തിരുവാതിരയിൽ നമ്മൾ ഫസ്റ്റ് അടിച്ചതാണ്. ഈ എപ്പിസോഡ് വരുന്നതിന് ശേഷം ലോക മലയാളികൾ മുഴുവൻ കാണാൻ പോവുകയാണ് മാർഗഴി കാഞ്ഞങ്ങാടിൻ്റെ ഈ ഒരു മനോഹരമായ തിരുവാതിര. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടീം മാർഗഴി കാഞ്ഞങ്ങാടിന് ഹാൻഡെക്സിൻ്റെ മനോഹരമായ ഓണക്കോടി, ഒരു മനോഹരമായ ഷർട്ട് സമ്മാനമായി നൽകിയാണ്. അപ്പോൾ മാവേലി, നമ്മൾ ഈ നാട്ടിലെ ചേട്ടന്മാരെ പരിചയപ്പെട്ടു, ചേച്ചിമാരെ പരിചയപ്പെട്ടു അല്ലേ? നമ്മൾ തിരുവാതിര കണ്ടു. ഇനി മാവേലിക്ക് എന്താണ് വേണ്ടത്? ഇനി പാട്ടല്ലേ? സാധാരണ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് സംഗീത സാന്ദ്രമാണ് അല്ലേ? വാക്കുകൾക്ക് പറയാൻ സാധിക്കാത്തത് ചിലപ്പോൾ സംഗീതത്തിന് സാധിക്കും. ഈ ഒരു വേദിയിലേക്ക് ഒരു കലാകാരി, ഒരു കൊച്ചു കലാകാരിയെ ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗറിലൊക്കെ പെർഫോം ചെയ്ത ഒരു കൊച്ചു കലാകാരി ഒരു വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാണ്. ഒരു നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് കീർത്തന പത്മനാഭന് വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. ഓണമായതുകൊണ്ട് തന്നെ നമുക്ക് ഓണപ്പാട്ടിൽ തന്നെ തുടങ്ങാം. ഉത്രാട പൂവിളി അല്ലേ? ആ ഒരു ഗാനത്തിന് ശബ്ദവുമായി നിങ്ങളുടെ മുന്നിലേക്ക് കീർത്തന പത്മനാഭൻ. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിയും പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടി ഉലയുകയായി. സംഗീതവും അനുഗ്രഹനാഥ സൗന്ദര്യം കൊണ്ട് മനം കവർന്ന കീർത്തന പത്മനാഭന് ഒരു ഉഷാറായിട്ട് നല്ലൊരു കൈഡി കൂടി. യെസ്, കീർത്തനക്കുള്ള മനോഹരമായ സമ്മാനം ഹാൻഡെക്സ് ടെക്സ്റ്റൈൽ നൽകുന്ന മനോഹരമായ ഒരു ഷർട്ടാണ് ഓണ സമ്മാനമായി കീർത്തനക്ക് ലഭിക്കുന്നത്. കീർത്തന, ഓൾ ദി വെരി ബെസ്റ്റ്.
അങ്ങനെ കമ്പയിൽ കമ്പനം തീർക്കാൻ വേണ്ടി നമ്മുടെ പുല്ലൂരിന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? റെഡിയാണോ? യെസ്. കമ്പയിൽ കമ്പനം തീർത്തുകൊണ്ട് കമ്പ 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 എന്ന് പറഞ്ഞുകൊണ്ട് വിറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്യുഗ്രം ആവേശമായ മത്സരമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. പിടിച്ചത് കണ്ട അങ്ങനെ പുല്ലൂരിന്റെ കരുത്ത് നമ്മൾ കമ്പവലിയുടെ മനസ്സിലാക്കി. നമ്മുടെ രാജേട്ടനും ടീമാണ് ഒന്നാം സമ്മാനത്തിന് അർഹനായ ഒരു നല്ലൊരു കൈഡി. വന്നോളൂ. ഒരു ഒന്നാന്തരം നേന്ത്രക്കൊല നമ്മുടെ പുല്ലൂരിന്റെ കരുത്തുറ്റ പോരാളികളാണ്. മറന്നുപോയവരും മറഞ്ഞുപോയവരും നമുക്ക് നൽകിയ ഒരുപാട് അനുഭവങ്ങളെയും ഒരുപാട് നിമിഷങ്ങളെയും ചേർത്ത് വെച്ച് നന്മകളിലേക്ക് ചേക്കേറിയ സ്നേഹ സൗഹൃദങ്ങളെല്ലാം ഈ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടും ഈ കാലവും പ്രകൃതിയും നമുക്ക് നൽകിയ ജീവിതത്തിൻ്റെ തുടിക്കുന്ന സ്പന്ദനങ്ങളെ ഓരോന്നും ഈ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടും പുതിയ കാലവും പുത്തൻ ചിന്തകളും പുതിയ പ്രതീക്ഷകളും നമുക്ക് ഈ ഒരു ഓണക്കാലത്ത് വരുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരോടും ഹൃദയം നിറഞ്ഞ നന്ദി ടീം ഫ്ലവേഴ്സ് അറിയിക്കുകയാണ്. താങ്ക് യു. വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, പ്രജിത്ത് കുഞ്ഞിമംഗലം. താങ്ക് യു.